ഷമ്മാസ് അടുത്ത പ്രസംഗം കേട്ടോ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി തങ്ങൾ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ. എന്റെ ഈ കൊച്ചു കഥയിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അത് വെറുതെ പറയുക മാത്രമല്ല, അത് അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി തങ്ങളെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ ഒരു അഹ്റാബി മുത്തുനബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്ന് ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ മാറി നിൽക്കാൻ കഴിയൂ നബിയെ. ഈ സമയത്ത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഒരിക്കലും ജീവിതത്തിൽ കള്ളം പറയരുത്. ഈ തെറ്റിൽ നിന്ന് നീ മാറി നിൽക്കണം. ഇത് കേട്ട അഹ്റാബിക്ക് വളരെ സന്തോഷമായി. കളവ് പറയാതിരുന്നാൽ മതിയല്ലോ, ബാക്കി തെറ്റുകളെല്ലാം ചെയ്യാലോ എന്ന് കരുതി അദ്ദേഹം സന്തോഷിച്ചു. ഒരിക്കൽ അദ്ദേഹം ഒരു വീട്ടിലേക്ക് മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോകുകയായിരുന്നു. പെട്ടെന്ന് നബിയുമായി ചെയ്ത കരാർ ഓർമ്മ വന്നു. നാളെ മുത്തുനബി തങ്ങൾ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹം മോഷണ ശ്രമത്തിൽ നിന്ന് പിന്മാറി. ഇങ്ങനെ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നബിയുമായി ചെയ്ത കരാർ ഓർമ്മ വരികയും എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും സ്വാലിഹത്തായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രവാചകൻ അവിടുത്തെ അനുയായികളെ ഉപദേശിച്ചുകൊണ്ട് സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്. നാം എല്ലാവരും പ്രവാചകചര്യ പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് അഫ്ലഹ്, 6ാം ക്ലാസ്. അഫ്ലഹ്. അടുത്തത് ഷമ്മാസ്, പ്രസംഗം. ഷമ്മാസ് 3ാം ക്ലാസ്. 4ാം ക്ലാസ്. ഷമ്മാസ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപാഠികളെ, എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരി ഞാൻ കാണുന്നുണ്ട്. ഈ സന്തോഷത്തിന്റെ കാരണമായ നാം എല്ലാവരും പടക്കാൻ കാരണമായ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്താലാണ്. കൂട്ടുകാരെ, ഈ മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാത്തവരുണ്ട്. ഇബ്ലീസും അവന്റെ കൂട്ടുകാരുമാണ്. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ കരിഞ്ഞത് റബീഉൽ അവ്വൽ 12-നാണ്. സ്വന്തം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ മറ്റ് ആരെക്കാൾ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അബൂലഹബിനെ തന്റെ അടിമ സ്ത്രീ അറിയിച്ചു. ഈ കാരണം അബൂലഹബ് അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. ഈ കാരണത്താൽ നരകത്തിൽ കഴിയുന്ന അബൂലഹബിനെ എല്ലാം തിങ്കളാഴ്ചയും ശുദ്ധിയായ വെള്ളം അല്ലാഹു തആല നൽകുന്നതാണ്. നബിയുടെ ശരീരത്തിൽ നിന്നും കൊമ്പ് വെച്ചെടുത്ത രക്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിയെ കളയാൻ ആവശ്യപ്പെട്ടു. ആ സ്വഹാബി ആ രക്തം കുടിച്ചു. നബിയുടെ ശരീരത്തിലൂടെ ഒഴുകിയ രക്തമല്ലേ അത്. സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്ന കല്ല് മക്കയിലുണ്ടായിരുന്നു. നബിയെ നാം കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
മുഹമ്മദ് ഷുഹൈബ് 5ാം ക്ലാസ് ഗാനം. മുഹമ്മദ് ഷുഹൈബ് അഫ്ലഹ് 6ാം ക്ലാസ്. അടുത്ത ഗാനം. അസ്സലാമു അലൈക്കും. അഷ്റഫുൽ വഫാത്തിന്റെ നേരത്ത് അർളും സമാവത്തും പൊട്ടി കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അഷ്റഫുൽ ഹൽക്കിം വഫാത്തിന്റെ നേരത്ത് അർളും സമാവത്തും പൊട്ടി കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ഹാലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചരത്തിരിക്കുന്നു. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താലുപ്പായെ നിൽക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അഷ്റഫുൽ ഹൽക്കിം വഫാത്തിന്റെ നേരത്ത് അർളും സമാവത്തും പൊട്ടി കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ഹാലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മലക്കുൽ മൗത്ത് അസ്റായീലന്നേരം വന്നിട്ട് മനുഷ്യന്റെ രൂപത്തിൽ ചരതു നിന്നിട്ട്. മലക്കുൽ മൗത്ത് അസ്റായീലന്നേരം വന്നിട്ട് മനുഷ്യന്റെ ത്തിൽ ചരതു നിന്നിട്ട് മാണിക്യ കല്ലിനോടേറ്റം മാധബിലെ സലാമും പറയുന്നു നേരില്ലേ. അഷ്റഫുൽ ഹൽക്കിം വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ഹാലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. ഒന്നാം വിശേഷം മാലക്ക് പറയുന്നു. മാനന്റെ അമർ പോലെ വന്നുള്ളതാണ്. ഒന്നാം വിശേഷം മാലക്ക് പറയുന്നു. മണ്ടന്റെ അമർ പോലെ വന്നുള്ളതാണെന്ന്. സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ടെത്തിയിരിക്കാനും. അഷ്റഫുൽ ഹൽക്കിം വഫാത്തിന്റെ നേരത്ത് അർളും സമാവത്തും പൊട്ടി കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ഹാലും സഹാബത്തും പൊട്ടി കരഞ്ഞല്ലോ. അനുവാദം അന്നേരം റസൂൽ കൊടുക്കുന്നു. അസ്റായീൽ അന്നേരം റൂഹ് പിടിക്കുന്നു. അനുവാദം അന്നേരം റസൂൽ കൊടുക്കുന്നു. അസ്റായീൽ അന്നേരം റൂഹ് പിടിക്കുന്നു. ആലം ദുനിയാവൊന്നാകെ വിറക്കുന്നു. ആറ്റൽ റസൂലുള്ള നമ്മെ പിരിയുന്നു. അഷ്റഫുൽ ഹൽക്കിം വഫാത്തിന്റെ നേരത്ത് അർളും സമാവത്തും പൊട്ടി കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ഹാലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ സംസാരത്തിൽ വിട്ട് ഒരു ചെറിയ കാര്യം. നമ്മുടെ ഈ ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോ നമ്മുടെ അഷറു താനത്തുപറമ്പില് വിദേശത്തായിരുന്നു. അഷറുവിനോട് കാര്യം പറഞ്ഞപ്പോ അപ്പോൾ തന്നെ അഷറു പറഞ്ഞത്
എന്താണ് ചെയ്യാൻ കഴിയുക അതിന്റെ മാക്സിമം നമുക്ക് ചെയ്യണം. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ഈ നമ്മുടെ പ്രതിസന്ധികളിലും തളർച്ചയിലും ഒക്കെ കൈത്താങ്ങായി നിന്ന കുറച്ച് ചെറുപ്പക്കാരാണ് അവര്. അസറു, നമ്മുടെ ഫാദർ ജബ്ബാർ ഉസ്താദിന്റെ മകൻ അച്ചുട്ടി, റിഷാദ്, അൽതാഫ്, ബദറു, റിയാസ്, ഫിറോസ്, മിഷാല് തുടങ്ങിയിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആ ചെറുപ്പക്കാരുടെ അകമഴിഞ്ഞ സഹായം തന്നെയാണ് ഇന്ന് നാം ഈ കാണുന്ന വെള്ളിവെളിച്ചങ്ങളെല്ലാം എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്. ഒരു മഹല്ല് കമ്മിറ്റി എന്ന നിലയിലേക്ക് വളരെ സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും പകരുന്ന ഒരു കാര്യമാണ്. ഇത്തരം പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുമ്പോഴും മഹല്ലിനെ, ദീനിനെ സ്നേഹിക്കാൻ സഹായിക്കാൻ വരുന്ന അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അടുത്തത് റീഹാൻ 3ാം ക്ലാസ് പ്രസംഗം. അത് കഴിഞ്ഞാൽ അഫ്ലഹ് 6ാം ക്ലാസ് ഗാനം. ഏതാനും നിമിഷങ്ങൾക്കകം ഒരു കവാലി ഉണ്ടായിരിക്കുന്നതാണ്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കവാലി ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, എന്റെ കൊച്ചു കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവരെയും ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് കുട്ടികളെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയുടെ വീട്ടിൽ പോയി. അവിടെ സ്വഹാബിയുടെ കുഞ്ഞുണ്ടായിരുന്നു. നബി സ്വഹാബിയുടെ കുഞ്ഞിനെ കണ്ട ഉടനെ എടുത്തു ഒരു ഉമ്മ കൊടുത്തു. അപ്പോൾ സ്വഹാബി അത്ഭുതത്തോടെ ചോദിച്ചു, നബിയെ, താങ്കൾ എന്റെ കുഞ്ഞിന് മോചിച്ചോ? ഞാൻ ഇതുവരെ മോചിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ നബിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നബി പറഞ്ഞു, കുട്ടികളെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രം പോരാ, അത് പ്രകടിപ്പിക്കുകയും വേണം. കുട്ടികളെ തലോടണം, കുട്ടികളോടൊപ്പം കളിക്കണം. ഇന്ന് ഈ തിരക്കേറിയ ജീവിതത്തിൽ കുട്ടികളോടൊപ്പം ആർക്കും കളിക്കാൻ സമയമില്ല. ഞാൻ പറയട്ടെ, കുറച്ചു നേരം കുട്ടികളോടൊപ്പം കളിക്കാൻ സമയം കണ്ടെത്തൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് അഫ്ലഹ് 6ാം ക്ലാസ് 4ാം ക്ലാസ് അഫ്ലഹ് 4ാം ക്ലാസ് ഗാനം. അത് കഴിഞ്ഞ മാജിദ് പ്രസംഗം. മാജിദ് പ്രസംഗം. മാജിദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. കാരുണ്യകടലായ എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മനോഹര സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട് നന്മയെയും തിന്മയെയും തിരിച്ചറിയാനാവാത്ത വിധം അതപ്പതിച്ച സമൂഹത്തിലേക്കായിരുന്നു നന്മയുടെ വെളിച്ചം പകരാനായി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. തൗഹീദിന്റെ അമര ശബ്ദം പാരിലാകെ മുഴങ്ങിയതിന് സ്വന്തം നാടും വീടും വിട്ട് പോകേണ്ടി വന്നു പ്രവാചകന്. എന്നിട്ടും തന്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്കായി അയച്ചു കൊടുത്ത പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കരുണക്കടലാണ്. പ്രിയമുള്ളവരെ, നന്മയും തിന്മയും വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള നമ്മുടെ ഈ ലോകത്ത് ആ പുണ്യപ്രവാചകന്റെ വചനങ്ങളും കർമ്മങ്ങളും മുറുകെ പിടിക്കുക എന്നതാണ് നമുക്ക് മുമ്പിലെ വഴി. ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനും വിനയവും വിട്ടുവീഴ്ചയും കാണിക്കാനും മുത്തുനബി നമ്മെ പഠിപ്പിച്ചു.
മാതാപിതാക്കളോടുള്ള കടമകൾ ഇത്രമേൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഒറ്റ മിത്രങ്ങളാകുന്ന അത്ഭുതമായിരുന്നു ഒന്നാം ലോകത്ത് ദർശിക്കുവാൻ സാധിച്ചത്. ആ പുണ്യപ്രവാചകന്റെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആ പുണ്യപ്രവാചകന്റെ പേര് ധാരാളം സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും പെടുത്തട്ടെ. ഇത്രയും പറഞ്ഞ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അഫ്ലഹ് 4-ാം ക്ലാസ് ഗാനം. അടുത്തത് ഷഹബാൻ പ്രസംഗം 4-ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. കടല് താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട്, കല്ലടയ ഹബീബിലേക്ക് എത്തിയവരുണ്ട്. കടല് താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട്, കല്ലടയ ഹബീബിലേക്ക് എത്തിയവരുണ്ട്. കടുത്ത സ്നേഹം ബഹുമാനം തുടിച്ചുകൊണ്ട് കാലിച്ചെരുപ്പിടാതെ മദീനയിലൂടെ പണ്ട് നടന്നവരുണ്ട്. കടല് താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട്, കല്ലടയ ഹബീബിലേക്ക് എത്തിയവരുണ്ട്. മണലിലൂടെ ചുവട് വച്ച് ഒട്ടകപ്പുറത്തുമായി കാലടിപ്പാടുമായി, മണലിലൂടെ ചൂട് വച്ച ഒട്ടകപ്പുറത്തുമായി മലകൾ കയറിയിറങ്ങിയ കാലടിപ്പാടുമായി മധുരസലാതമടിയൊറ്റയായും കൂട്ടമായി മർദ്ദനത്ര കോടി ഇലകിലെട്ട് ദിക്കിലായി. കടല് താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട്, കാൽനടയ ഹബീബിലേക്ക് എത്തിയവരുണ്ട്. അസ്സലാമു അലൈക്കും. അടുത്തത് ഷഹബാൻ 4-ാം ക്ലാസ് പ്രസംഗം. ഈ പ്രസംഗം കഴിഞ്ഞാൽ സംഘഗാനം അക്ബർ 5-ാം ക്ലാസ് ടീം. അസ്സലാമലൈക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളെല്ലാവരും മീലാദ് നബി ആഘോഷിക്കുകയാണ്. ചെറിയ ചെറിയ കുട്ടികൾ നബി തങ്ങളെ കുറിച്ച് പാടുകയും പറയുകയും ചെയ്യുമ്പോൾ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് വരെ അതിന്റെ പ്രതിഫലം ലഭിക്കുകയാണ്. കാരണം നബി തങ്ങളെ പറയലും പാടലും കേൾക്കലും പുണ്യമുള്ളതാണ്. ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ വളരെ പാവപ്പെട്ട ഫക്കീറായ ഒരു മനുഷ്യൻ വന്നു. സഹായം തേടി വന്ന ഈ യാചകന് നൽകാൻ നബി തങ്ങളുടെ അടുക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾ യാചകനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വിട്ടു. യാചകൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് മുഹമ്മദ് നബി പറഞ്ഞു വിട്ടതാണ്, എന്നെ സഹായിക്കണം. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, ആരാണ് നിങ്ങളെ എന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടത്? പലവട്ടം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഈ ചോദ്യം ആവർത്തിച്ചു. ദേഷ്യം പിടിച്ച യാചകൻ മടങ്ങിപ്പോകാൻ നേരത്ത് ഉസ്മാൻ തങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, സ്നേഹിത, പിണങ്ങലെ. മുസ്ലിം അല്ലാത്ത താങ്കളുടെ നാവിൽ നിന്നും എന്റെ നേതാവിന്റെ പേര് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ചത്. കേട്ടോ പ്രിയരെ, മുസ്ലിം അല്ലാത്തൊരു വ്യക്തിയുടെ നാവിൽ നിന്നും നബി തങ്ങളുടെ പേര് പറയാൻ കൊതിച്ചു. മുൻഗാമികൾ, നമ്മുടെ കുട്ടികൾ നബി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമാണ് ലഭിക്കുന്നത്. നാഥൻ നബി തങ്ങളോടൊപ്പം സ്വർഗത്തിലേക്ക് നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. അക്ബർ അവതരിപ്പിക്കുന്ന സംഘഗാനം. അത് കഴിഞ്ഞാൽ സഹദ് ഗാനം 8-ാം ക്ലാസ്. ഹലോ ഹലോ ഹലോ
അസ്സലാമു അലൈക്കും. യാ റസൂൽ ഹുദാവേ നബിയോരിൽ വന്ന സിറാജേ ആരിലും നബി നൂറേ മരുഭൂവിൽ നേര് പെയ്തൊളിഞ്ഞവരെ ആദരമ തൊളി തെളിവെണ്ണില ചന്ദ്രമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര മുഹബത്ത നബിയോട് ഹാജത്തണ നാട് മുഹബത്ത നബിയോട് ഹാജത്തണ നാട് ആദരമ തൊളി തെളിവെണ്ണില ചന്ദ്രമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര യാ റസൂലേ യാ ഹബീബേ യാ നബി അല്ലാഹ് യാ സഫിയേ യാ ഷഫിയേ യാ നജീബല്ലാഹ് പുണ്യ സ്വലാത്തിൻ ശീലുകൾ പാടിക്കൊണ്ടേറെ അറിയാതങ്ങയിലലിയാനും കൊതിയാണേറെ ധീര സ്വഹാബ സിദ്ദീഖോരും ഉമറും അരികിലായി മിസ്കിൻ പരിമളമായി നല്ല വീശുന്നരിയ അറിയാതാകാശവെച്ചെന്റെ റൗള വാരി പുണർന്നൊന്നു മുത്താൻ ഈ എന്റെ ഇഷ്കിന്റെ താളം മഴയായി പെയ്യുന്നു ഉപ്പ് അതരമതൊളി തെളിവെണ്ണില ചന്ദ്രമതേളിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര യാ റസൂലേ യാ ഹബീബേ യാ നബി അല്ലാഹ് യാ സഫിയേ യാ ഷഫിയേ യാ നജീബല്ലാഹ് ആ തിരുപാദം കൊണ്ടൊരു മണ്ണിൽ ചെന്നേറെ എൻ കവിളിൽ ചേർത്തു കിടക്കാനും കൊതിയാണേറെ എന്റെ ഹബീബേ ആ തിരുസ്നേഹം എന്നും നുകരണം അതിലില്ലാതെ കനവിൻ പാടുന്ന ശീത് അറിയാതൊഴുകിടുന്നെന്റെ കണ്ണിൽ നോവിന്റെ മിഴുനീർക്കളങ്ങൾ അലയുന്നു ഭാവിയായി മണ്ണിൽ ആഗ്രഹം തീരുന്നതെന്ന് ആദരമ തൊളി തെളിവെണ്ണില ചന്ദ്രമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര മുഹബത്ത നബിയോട് ഹാജത്താണ നാട് മുഹബത്ത നബിയോട് ഹാജത്താണ നാട് ആദരമ തൊളി തെളിവെണ്ണില ചന്ദ്രമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര. അസ്സലാമു അലൈക്കും. സാദ് 8ാം ക്ലാസ്. അത് കഴിഞ്ഞാൽ അദ്നാൻ 1ാം ക്ലാസ് ഗാനം. അത് കഴിഞ്ഞാൽ കവാലി ഉണ്ടായിരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. ഉണ്ടനം മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഹൂറുന്നിസാവര പരിശാനതും പടിവാൾ ഉഗമാം വിളമ്പിടല അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ ഉണ്ടനം മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഹൂറുന്നിസാവര പരിശാനതും പടിവാൾ ഉഗമാം വിളമ്പിടലാം അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ
മണ്ടമുടിത്തൊടു കാർമുകിലോ നിറം സഞ്ചരിക്കച്ചതമോ അത് പൂവിലെ ശിടുകിൽ മണ്ടമുടിത്തൊടു കാർമുകിലോ നിറം സഞ്ചരിക്കച്ചതമോ അത് പൂവിലെ ശിടുകിൽ മഹാകാളകമൊഴികെ അന്തശൗനിയിൽ മറ്റൊരു ലൗനം വെളിപ്പെടുക അതിൽ കരുളാ ഉണ്ടനം മിഷ്കാത്ത് പാരിക്കിൽ ബന്ദിയുടെ ഊർനിസാവര പരിശാനതും പടിവാൾ ഉഗമാമ്പിളമ്പിടലാം അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ കൊണ്ട പകുട്ട് മകുട്ട് ചുരുട്ട് ബലം പുലി ഭരണമോ നൂതൽ കാർമുക പരിശോ കൊണ്ട പകുട്ട് മകുട്ട് ചുരുട്ട് ബലം പുലി ഭരണമോ നൂതൽ കാർമുക പരിശോ മഹകാളകമൊഴികെ അന്തശൗനിയിൽ മറ്റൊരു ലൗനം വെളിപ്പെടുക അതിൽ കരുളാൻ ഉണ്ടനം മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഊർനിസാവര പരിശാനതും പടിവാൾ ഉഗമാമ്പിളമ്പിടലാം അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാം ഉണ്ടനം മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഊർനിസാവര പരിശാനതും പടിവാൾ ഉഗമാമ്പിളമ്പിടലാം അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ. അസ്സലാമു അലൈക്കും. അൽ-ഹാദി 4ാം ക്ലാസ് പ്രസംഗം. അത് കഴിഞ്ഞാൽ ഷഹൈബാൻ പാർട്ടി അവതരിപ്പിക്കുന്ന സംഘഗാനം. അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമലൈക്കും. അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ധാരാളം മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അതെല്ലാം എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാവൂ. ഇത് പറയുക മാത്രമല്ല, അവിടുന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ തങ്ങളെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഒരിക്കലും ഒരു അറാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയും പ്രവാചകരെ. എനിക്ക് ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രം മാറി നിൽക്കാൻ കഴിയും നബിയെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ഇത് കേട്ട അറാബിക്ക് സന്തോഷമായി. കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ, ബാക്കി തെറ്റുകളെല്ലാം ചെയ്യാമല്ലോ എന്ന് കരുതി അറാബി അടുത്ത ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. അപ്പോൾ നബി തങ്ങളുമായുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അറാബി ആ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇതുപോലെ ഏതെല്ലാം തെറ്റുകളെല്ലാം ചെയ്യാനൊരുങ്ങുന്നു, നബിതങ്ങളുമായുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വരികയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വാലിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുയായികളെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്. നമ്മളും പ്രവാചക ചൈത്യം പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഷുഹൈബ് പാർട്ടി അവതരിപ്പിക്കുന്ന സംഘഗാനം 5ാം ക്ലാസ്.
അത് കഴിഞ്ഞാൽ ഹാഫിസ് 9ാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. ഉണ്ടു സഖിയേ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരി എന്നറിയില്ലേ അങ്ങേ നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും നാരണയില്ല യാചകനാണെന്ന് പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലെ മീറാണെന്ന്. എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലെ മീറാണെന്ന്. എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അമ്മവിയാം രാജകുമാര ശുഭലോകനം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അടുത്തത് അയാൻ 3ാം ക്ലാസ് കഥ പറയല്. അയാൻ 3ാം ക്ലാസ്. അടുത്ത സിനാൻ 9ാം ക്ലാസ് ഗാനം. സിനാൻ അടുത്തത്. ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, മാതാപിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ സുന്ദര സമയത്തിൽ ഞാനൊരു കഥ പറയാം. അങ്ങ് പുണ്യ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഏത് സമയത്തും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. ജൂതജനക്ക് അതൊട്ടും പിടിച്ചില്ല. കാട്ടിൽ പോയി വിറക് വെട്ടി നാട്ടിൽ വന്നാണ് വിറ്റാണ് ആ സ്വഹാബി ജീവിച്ചിരുന്നത്. ഒരു ദിവസം സ്വഹാബി വിറക് വെട്ടാനായി കാട്ടിൽ പോയപ്പോൾ ജൂതകിങ്കരന്മാർ സ്വഹാബിയെ വളഞ്ഞു. അവർ പറഞ്ഞു, നബി തങ്ങൾ മേലെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ നാവ് അങ്ങ് അരിഞ്ഞെടുക്കോടാ. അത് പറഞ്ഞുകൊണ്ട് തന്നെ സ്വഹാബിയുടെ നാവ് അവർ അരിഞ്ഞെടുത്തു. ചോര പണ്ട നാവും കൊണ്ട് സ്വഹാബി നബി തങ്ങളുടെ അടുത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയെ ആശ്വസിപ്പിച്ചു. സ്വഹാബിന്റെ ഉമിനീർ പറ്റിക്കൊണ്ട്
പറ്റിക്കൊണ്ട് ആ നാവ് അവിടെ ഉറപ്പിച്ചു. സന്തോഷത്താൽ സ്വഹാബിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ അമ്മക്കും നബി തങ്ങൾ മേലെ സ്വലാത്ത് ചൊല്ലി നമുക്കും അടുക്കാം. അസ്സലാമു അലൈക്കും. മദ്രസ വിദ്യാർത്ഥികൾ സൈക്കിളിലും മറ്റുമായി പുറത്തുപോയി ചുറ്റി നടക്കുന്നത് പരിപാടിക്ക് ദോഷം വരുത്തുന്നുണ്ട്. അതുകൊണ്ട് പരിപാടി അവതരിപ്പിക്കാനുള്ള എല്ലാ വിദ്യാർത്ഥികളും സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്തത്, കഴിഞ്ഞ വർഷം പൊതുപരീക്ഷയിൽ പാസ്സായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടക്കാൻ പോകുന്നത്. ആദ്യമായി കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ പാസ്സായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർ വന്ന് മേടിക്കുക. ആൺകുട്ടികൾ പേര് വിളിക്കുന്നത് ശ്രദ്ധിച്ച് എത്രയും പെട്ടെന്ന് വന്ന് മേടിക്കുക. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി മുഹമ്മദ് യാസീൻ, സൺ ഓഫ് ഷമീർ, അടുത്തത് ഫാത്തിമ സന ബിന്ത് കബീർ ഫൈലി, കബീർ ഫൈസൽ മകൾ ഫാത്തിമ സന. അടുത്തത് ആയിഷ ഫാത്തിമ ബിന്ത് സൈഫുദ്ദീൻ, സൈഫുദ്ദീന്റെ മകൾ ഷമ്മാസ് ടി എസ് ഇബ്നു ഷംസുദ്ദീൻ, ഷമ്മാസ് സൺ ഓഫ് ഷംസുദ്ദീൻ. മുഹമ്മദ് സാലിഹ് ടി എസ് ഇബ്നു ഷാജി, മുഹമ്മദ് സാലിഹ് സൺ ഓഫ് ഷാജി. സുൽത്താന ഡോട്ടർ ഓഫ് ഇബ്രാഹിം, അടുത്തത് 7ാം ക്ലാസ്സിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. കഴിഞ്ഞ വർഷം 7ൽ വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അത് കൊടുക്കുന്നത് താലിം ഇസ്ലാം മദ്രസ സദർ മുഅല്ലിം സദർ ഉസ്താദാണ് കൊടുക്കുന്നത്. പേര് വിളിക്കുന്നവര് ഒന്ന് വാങ്ങിക്കുക. ആദ്യം ആഷിഖ് അൻവർ, സൺ ഓഫ് അൻവർ, ആഷിഖ് അൻവർ. രണ്ട് ഹനാൻ എം എച്ച്, സൺ ഓഫ് ഹാരിഷ്, ഹനാൻ. മൂന്നാമത് അഫ്വാൻ വി എൻ, സൺ ഓഫ് നവാസ്, അഫ്വാൻ. അബ്ദുൽ നാഫി പി എം, സൺ ഓഫ് മുഹമ്മദ് നൗഫൽ. സഅദ് വി എസ്, സൺ ഓഫ് സലീം, സഅദ്.
അഫ്ലഹ് PR son of റഷീദ്. അഫ്ലന്റെ ലിയാന ഫാത്തിമ ടിയ അൻസാർ. ലിയാന ഫാത്തിമ ടിയ ഡോക്ടർ ഓഫ് അൻസാർ. ലിയാനയുടെ രക്ഷിതാക്കളുണ്ടാ? ഫാസില MS സത്താർ. ഫാസില. ഫാത്തിമ നൂറ PATO താജുദ്ദീൻ. ഫാത്തിമ നൂറ PT താജുദ്ദീൻ. ആയിഷ KS ഷമീർ. ആയിഷ KS ഡോക്ടർ ഓഫ് ഷമീർ. ഫിദ ഫാത്തിമ NP പർവീസ്. പിന്നെ കൊടുക്കാം അടുത്ത രണ്ട് പരിപാടി. അടുത്തത് 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. പേര് വിളിക്കുന്നവരെ ഒന്ന് വാങ്ങിക്കുക. ഇത് അഫ്താബ് മുഹമ്മദ് കൊടുക്കുന്ന അലി ഉസ്താദാണ്. മദ്രസയിൽ അലി ഉസ്താദാണ് കൊടുക്കുന്നത്. അഫ്താബ് മുഹമ്മദ് സൺ ഓഫ് മുഹമ്മദ്. അഫ്താബ് നിഹാൽ PS ഷാനവാസ്. നിഹാൽ PS. മുഹമ്മദ് ഷഫാസ് അലി KT. ഷഫാസ് അലി. ഷഫ്ന ഫാത്തിമ KN. നിഷാദ്. ഷഫ്ന ഫാത്തിമ. അടുത്ത മിൻഹ ഫാത്തിമ TM മുജീബ് റഹ്മാൻ. മിൻഹ ഫാത്തിമ. ഖൈറ അൻസു വിയ. അൻസു ഖൈറ അൻസ്. ഫിദ ഫാത്തിമ KS സാഹിദ്. ഫിദ ഫാത്തിമ. ഹസീന ബീവി OS ഷാനവാസ് ഹക്കീം. ഹസീന ബീവി. ഫൈഹ ഫാത്തിമ AY യാസിർ. ഫൈഹ ഫാത്തിമ. ഫൈഹ. അടുത്ത സഫ ഫാഹിമ. സഫ ഫാഹിമ. സഹല VN നൗഫൽ. സഹല. അടുത്ത സിനാൻ 9ാം ക്ലാസ് ഗാനം. സിനാൻ 9ാം ക്ലാസ് ഗാനം. അടുത്തത് സംഘഗാനമാണ്. ഷുഐബ്, ആസിഫ്, ജാഫർ, റൈഹാൻ. അടുത്തത് അസ്സലാമലൈക്കും. അൽഹംദുടയവനേ, ആരാധ്യനായവനേ,
ഹാജത്ത് തീർപ്പവനേ അല്ലാഹുടയവനേ അൽഹംദുടയവനേ ആരാധ്യനായവനേ ഹാജത്ത് തീർപ്പവനേ അല്ലാഹുടയവനേ ശംസുൽ ഹുദാ മുസ്തഫ ശറഫുൽ ബഷീർ ഹുദാ ശംസുൽ ഹുദാ മുസ്തഫ ശറഫുൽ ബഷീർ ഹുദാ ജന്നത്ത് റൗള ജന്നത്ത് കാണാൻ രാജാ തുണച്ചിടണേ അൽഹംദുടയവനേ ആരാധ്യനായവനേ ഹാജത്ത് തീർപ്പവനേ അല്ലാഹുടയവനേ ജന്നത്തിൻ സ്പർശനമായി വിണ്ണോളം ശോഭിതമായി ജന്നത്തിൻ സ്പർശനമായി വിണ്ണോളം ശോഭിതമായി അജറുൽ അസ്വദിനെ ചുംബിക്കാൻ വിധി കൂട്ടണേ അൽഹംദുടയവനേ ആരാധ്യനായവനേ ഹാജത്ത് തീർപ്പവനേ അല്ലാഹുടയവനേ സംസം ഉറവിൽ നിന്നും മതിയോളമോന്തിടുവാൻ സംസം ഉറവിൽ നിന്നും മതിയോളമോന്തിടുവാൻ അൽഹംദുടയവനേ ആരാധ്യനായവനേ ഹാജത്ത് തീർപ്പവനേ അല്ലാഹുടയവനേ അൽഹംദുടയവനേ ആരാധ്യനായവനേ ഹാജത്ത് തീർപ്പവനേ അല്ലാഹുടയവനേ. അസ്സലാമു അലൈക്കും. അടുത്ത പ്രസംഗം ഷാമിൽ മുഹമ്മദ്. ഷാമിൽ മുഹമ്മദ് പ്രസംഗം കുറേയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സംഘഗാനമാണ്. ഷുഹൈബ് ആൻഡ് പാർട്ടി. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ഏടുകളിൽ നിന്ന് ഞാൻ അല്പം പറയട്ടെ. പ്രിയരെ, 5 നേരത്തെ നിസ്കാരം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണല്ലോ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മനുഷ്യരോടുള്ള അന്തരം തന്നെ മുസ്ലിമാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഇസ്ലാമിനോട് ചിലർക്ക് തീരെ താല്പര്യമില്ല. പള്ളിയിൽ നിന്ന് വാങ്ങിന്റെ ധ്വനി കേൾക്കുമ്പോൾ അങ്ങാടികളിലും കടകളിലും സമയം ചിലവഴിക്കുന്നവരെ നമുക്ക് ധാരാളമായി കാണാൻ കഴിയുന്നു. ഈ പുണ്യദിനത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിസ്കാരത്തെ മുറുകെ പിടിക്കുക. അസ്സലാമു അലൈക്കും. അടുത്ത സംഘഗാനം ഷുഹൈബ് ആസിഫ് ജാഫർ റൈഹാൻ. അത് കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുന്ന കവാലിയാണ്. അസ്സലാമു അലൈക്കും. പുണ്യമദീനത്ത് സിദ്ദീഖും ഉമർ മുത്തുമയങ്ങും റസൂലുള്ളാഹ് പൂമണം വീശും റൗള കണ്ടെന്റെ കൽവിൽ കൊതിയെന്ന് തീരുമല്ലാഹ്. പുണ്യമദീനത്ത് സിദ്ദീഖും ഉമർ മുത്തുമയങ്ങും റസൂലുള്ളാഹ് പൂമണം വീശും റൗള കണ്ടെന്റെ കൽവിൽ കൊതിയെന്ന് തീരുമല്ലാഹ്. അസ്സലാമു അലൈക യാ സനദി, അസ്സലാമു അലൈക യാ സയ്യിദി, അസ്സലാമു അലൈക യാ ഹബീബി, അസ്സലാമു അലൈക യാ ഹബീബി. പുണ്യമദീനത്ത് സിദ്ദീഖും ഉമർ മുത്തുമയങ്ങും റസൂലുള്ളാഹ് പൂമണം വീശും റൗള കണ്ടെന്റെ കൽവിൽ നിന്ന് കൊതിയെന്ന് തീരുമല്ലാഹ്. മാതൃകാപരം മഹത്വമേറിടുമാ ജീവിതം മാന്യത നിറഞ്ഞ
ദീപമെങ്ങും പ്രഭാപൂരിതം മാതൃകാപരം മഹത്വമേറിടുമാ ജീവിതം മാന്യത നിറഞ്ഞ ദീപമെങ്ങും പ്രഭാപൂരിതം ഹിദായത്തിൽ മധുര സ്വത്തിൽ പകർന്നു തന്ന കൺമണി ഹിദായത്തിൽ മധുര സ്വത്തിൽ പകർന്നു തന്ന കൺമണി അസ്സലാമു അലൈക യാ സനദി അസ്സലാമു അലൈക യാ സയ്യിദി അസ്സലാമു അലൈക യാ ഹബീബി അസ്സലാമു അലൈക യാ തബീബി പുണ്യ മദീനത്ത് സിദ്ദീഖും ഉമർ മുത്ത് മയങ്ങും റസൂലുള്ളാഹ് പൂമണം വീശും റൗള കണ്ടെന്റെ കൽബില് കൊതിയെന്ന് തീരുമല്ലാഹ്. അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.